ഒരു ബാർഗെയിനിങ് പോയിന്റ്, അതായത് രണ്ട് മുന്നണികൾക്കും ഒരു തങ്ങളുടെ സഹായം ആവശ്യമായി വന്നാൽ അത് ഒരു പക്ഷേ ബാർഗെയിനിങ്ങിന് വേണ്ടി അവരുമായി ഒരു വിലപേശലിന് വേണ്ടി ഉപയോഗിക്കുവാനുള്ള സാധ്യതയാണ് മമതാ ബാനർജിയിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഓരോ സീറ്റിലെയും നില മെച്ചപ്പെടുത്തുവാനാണ് അവർ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നേരത്തെ അവിടെയുള്ള പശ്ചിമ ബംഗാളിലെ പിന്നോക്ക വിഭാഗങ്ങളുടെ വോട്ടുകൾ പൂർണ്ണമായും സ്വായത്തമാക്കുവാനുള്ള പരിശ്രമം അവർ നടത്തിയിട്ടുണ്ട്. സ്ത്രീകളുടെ വോട്ട് വളരെ നിർണായകമായിട്ടുള്ള ഒരു ഘടകമായിരുന്നു പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം. സ്ത്രീകളുടെ വോട്ടുകൾ ഭിന്നിച്ചു പോകാനുള്ള സാധ്യത വരെ പശ്ചിമ ബംഗാളിൽ ഉണ്ടായി എന്നുള്ളതാണ്. സന്ദേശ് കാലി സംഭവം നമ്മളോട് പറയുന്നത് അതാണ്. സന്ദേശ് കാലിയിൽ ഈ തൃണമൂൽ കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ ലൈംഗിക അതിക്രമത്തിനും അതുപോലെ തന്നെ ഭൂമി സ്വായത്തമാക്കുന്നതിനുള്ള അവർ നടത്തിയിട്ടുള്ള കുൽസിത പ്രവർത്തനങ്ങളും ഒക്കെ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചാ വിഷയമായി എന്നുള്ളതാണ്. അവസാന ഘട്ടത്തിൽ സന്ദേശ് കാലി സംഭവം ആസൂത്രണം ചെയ്തത് BJP-യുടെ നേതൃത്വത്തിലാണെന്നൊക്കെ തമ്മിലുള്ള വിമർശനങ്ങളും അതിലൊരു BJP നേതാവിന്റെ സന്ദേശവും ഒക്കെ അവിടെ പ്രചരിക്കുന്നുണ്ട്. എങ്കിലും സന്ദേശ് കാലി സംഭവം ചെറുതല്ലാത്ത തരത്തിലാണ് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിന്റെ സ്വാധീനത്തെ പിടിച്ചുലച്ചത് എന്ന് പറയാതെ വയ്യ. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ സന്ദേശ് കാലി സംഭവം തൃണമൂൽ കോൺഗ്രസിന് ഒട്ടും യോജിക്കുന്ന തരത്തിലല്ല. അത് അവരുടെ സീറ്റ് നിലകളിൽ വേണമെങ്കിൽ വ്യത്യാസങ്ങൾ വരുത്തിയേക്കാം എന്നുള്ള ഒരു സൂചനയുണ്ട്. അതേസമയം തന്നെ കേന്ദ്ര സർക്കാർ ഈ കഴിഞ്ഞ 1-2 ദിവസങ്ങളായി CAA നിയമം, പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട നിയമം പശ്ചിമ ബംഗാൾ നടപ്പിലാക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. എന്ത് വില കൊടുത്തും അതിനെ എതിർക്കുമെന്നും അത് തങ്ങൾ പശ്ചിമ ബംഗാളിൽ നടപ്പിലാക്കുകയില്ല എന്നും വ്യക്തമാക്കിയ മമതാ ബാനർജിക്ക് കൊടുത്ത ഒരു തട്ടാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ നയം എന്ന് പറയാതെ വയ്യ. 4 വർഷം മുമ്പ് തന്നെ ഈ നിയമത്തെക്കുറിച്ച് പറയുകയും അതിന്റെ പ്രക്രിയകൾ തുടങ്ങുകയും ചെയ്ത BJP സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് ഈ പ്രഖ്യാപനം നടത്തി, CAA അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ നടത്തി, അവിടെയുള്ള ചിലർക്ക് പൗരത്വം നൽകി എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. പ്രത്യേകിച്ച് പശ്ചിമ ബംഗാളിലെ 2 പ്രധാനപ്പെട്ട വിഭാഗങ്ങളുണ്ട്. അവിടെ മധുവ എന്ന് പറയുന്ന വിഭാഗത്തിന്റെയും അതുപോലെ തന്നെ രാജ്വൻഷി എന്ന് പറയുന്ന വിഭാഗത്തിന്റെയും പിന്തുണ ഉറപ്പുവരുത്തുക. അവര് പട്ടികജാതി വിഭാഗങ്ങളാണ്, അവിടുത്തെ പ്രബലമായ 2 സമൂഹങ്ങളാണ്, ഏകദേശം 7-8 മണ്ഡലങ്ങളിൽ സ്വാധീനമുള്ളവരാണ്. അവരുടെ സീറ്റുകൾ എങ്ങനെയും നിലനിർത്തുക, അവരുടെ സ്വാധീനത്തെ ഉപയോഗിക്കുക എന്നുള്ള ഒരു തന്ത്രം BJP പയറ്റുന്നുണ്ട്. സന്ദേശ് കാലി സംഭവം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം അഴിമതി ആരോപണങ്ങൾ, തൃണമൂൽ കോൺഗ്രസിനെതിരെയുള്ള ശക്തമായ അഴിമതി ആരോപണങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഈ സന്ദേശ് കാലി സംഭവം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് അവിടുത്തെ സ്കൂൾ കോളേജ് നിയമനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ. അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ആൾക്കാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്നു വന്നിട്ടുള്ള ആരോപിക്കപ്പെട്ടിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ. ഇതെല്ലാം തന്നെ പ്രത്യേകിച്ച് സ്കൂൾ നിയമനവുമായി ബന്ധപ്പെട്ട് 25,000-ഓളം പേർക്കെതിരെ അവിടുത്തെ കോടതി വിധി വന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇതൊക്കെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു വലിയ ഭരണവിരുദ്ധ വികാരം ഒരർത്ഥത്തിൽ തൃണമൂൽ കോൺഗ്രസിനെതിരെ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ സ്ത്രീകളുടെ വോട്ട്, അതുപോലെ തന്നെ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം, തൊഴിൽ രഹിതരായവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള തൃണമൂൽ കോൺഗ്രസിനെതിരെ ഉണ്ടായി വന്നിട്ടുള്ള ആരോപണങ്ങൾ. ഒപ്പം ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്നത് പോലെയുള്ള സഖ്യങ്ങളല്ല അവിടെ ഉള്ളത് എന്നുള്ളതാണ്. നേരത്തെ ഒരു മഹാഗഡ്ബന്ധൻ സഖ്യത്തിന്റെ ഭാഗമായിട്ടായിരുന്നു മത്സരമെങ്കിൽ ഇത്തവണ തൃണമൂൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്നു, BJP ഒറ്റയ്ക്ക് മത്സരിക്കുന്നു, അത് കോൺഗ്രസ് ഒരു മതേതര ജനാധിപത്യ സഖ്യം ഉണ്ടാക്കിക്കൊണ്ട് പ്രത്യേകമായി മത്സരിക്കുന്നു എന്നുള്ളതാണ്. കോൺഗ്രസ് 12 സീറ്റിലും, RSP 3 സീറ്റിലും, ആൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് 2 സീറ്റിലും, CPM-ഉം CPM ഏതാണ്ട് 23 സീറ്റിലും, CPI 2 സീറ്റിലുമായിട്ട് അങ്ങനെ കോൺഗ്രസും ഈ സഖ്യത്തിൽ മതേതര ജനാധിപത്യ സഖ്യമായി മത്സരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, പ്രധാനമായും ഭരണവിരുദ്ധ വികാരം നേരിയ തോതിൽ മമതാ ബാനർജിക്ക് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തൃണമൂൽ കോൺഗ്രസിനെതിരെ ഒരു ജനവികാരമുണ്ട്. അവിടെയുള്ള ആ വോട്ടുകൾ എങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണ് പ്രധാനം. മുൻപൊക്കെ മമതാ വിരുദ്ധ വോട്ടുകൾ അഥവാ തൃണമൂൽ കോൺഗ്രസ് വിരുദ്ധ വോട്ടുകൾ BJP-ക്ക് ലഭിച്ചിരുന്നു എങ്കിൽ അത് പൂർണ്ണമായി ഇത്തവണ BJP-ക്ക് കിട്ടുമോ എന്നുള്ള ഒരു ചോദ്യവും അവിടെ ഉയരുന്നുണ്ട്. കോൺഗ്രസിന്റെയും ഇടതുപക്ഷവുമായിട്ടുള്ള സഖ്യം വളരെ വലിയ പ്രതീക്ഷയാണ് ഇന്ത്യ മുന്നണിക്ക് അവിടെ നൽകുന്നത്. ചില സീറ്റുകളിലെങ്കിലും കടുത്ത മത്സരം ഉയർത്തുകയോ നേരത്തെ നഷ്ടപ്പെട്ടുള്ള ചില സീറ്റുകൾ തിരിച്ചു പിടിക്കുന്നതിനൊക്കെ ഉള്ള ഒരു സാഹചര്യം ഇന്ത്യ സംബന്ധിച്ചിടത്തോളം അവിടെ നിലനിൽക്കുന്നു എന്നൊരു സൂചനയും ഉണ്ട്. ചുരുക്കത്തിൽ BJP-ക്കും ഇന്ത്യ മുന്നണിക്കും ഒരുപക്ഷെ നേരിയ തോതിൽ നില മെച്ചപ്പെടുത്തുവാനോ
ഒക്കെയുള്ള സാധ്യത അവിടെ കാണുന്നു എന്നുള്ളതാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, തൃണമൂൽ കോൺഗ്രസ് വിരുദ്ധ വോട്ടുകൾ ഏത് പെട്ടിയിലേക്ക് പോകുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും പശ്ചിമ ബംഗാളിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പശ്ചിമ ബംഗാളിൽ ആര് വിജയിച്ചാലും ഒരു കാര്യം ഉറപ്പാണ്, വലിയ തരത്തിലുള്ള രാഷ്ട്രീയ വ്യത്യാസങ്ങൾ, നാടകങ്ങൾ ആയിരിക്കും പശ്ചിമ ബംഗാളിൽ അരങ്ങേറുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് വലിയ സീറ്റുകളോട് ജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യ മുന്നണിയോടോ അല്ലെങ്കിൽ ഒരുപക്ഷെ വേണ്ടി വന്നാൽ BJPയോടോ പോയി നേട്ടമുണ്ടാക്കുവാൻ തരത്തിലുള്ള നിലപാടാണ് മമതാ ബാനർജി കൈക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അവർ ഒരു വശത്ത് ഇന്ത്യ മുന്നണിയെ പിന്തുണയ്ക്കുന്നു എന്ന് പറയുകയൊക്കെ ചെയ്യുമ്പോഴും അതേസമയം തന്നെ മുൻപൊക്കെ അവര് BJPയോട് പുലർത്തിയിട്ടുള്ള മമതയും അവരോടൊപ്പം നടത്തിയിട്ടുള്ള കൂട്ടുകെട്ടുകളും നമ്മൾ മറന്നു പോകരുത്.